ഒരുപാട് വലിയ വലിയ വാർത്തകൾ ഉണ്ടായില്ലെങ്കിലും വാർത്തകൾക്ക് പഞ്ഞമില്ലാതിരുന്ന ഒരു വാർത്താ ദിവസത്തിന്റെ അവസാന മണിക്കൂറുകളാണ്. നമ്മൾ പ്രൈം ടൈം ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. രാവിലെ മുതൽ എല്ലാ വാർത്തകളുടെയും വിശദാംശങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുന്നു നമ്മൾ ഈ ഒരു മണിക്കൂർ. ആദ്യം നമുക്ക് കലോത്സവ വാർത്തകളിലേക്കാണ്. കലാപൂരത്തിന് കൊടിയിറങ്ങി. ഡോപ്പ മിഠായി തെരുവ് കലയുടെ മധുരം സമർപ്പിക്കുന്നത് ഡോപ്പ, ഡോക്ടർമാർ പരിശീലിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക മെഡിക്കൽ എൻട്രൻസ് കോച്ചിംഗ് സ്ഥാപനം. പവേർഡ് ബൈ SAP S4HANA, ഡിഫ, ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. പാദമേതായാലും പാതുകം അത് ക്യൂബിക്സ് തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് ക്രിസ്പി ക്രഞ്ചി ടേസ്റ്റി ഖത്തർ പഫ്കി. അങ്ങനെ ആഘോഷമായി ജനകീയ മഹോത്സവമായി നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം ചൂടി കോഴിക്കോട്. പാലക്കാടും കണ്ണൂരും 2ാം സ്ഥാനം പങ്കിട്ടു. സ്കൂൾ തലത്തിൽ 10ാം തവണയും പാലക്കാട് ഗുരുകുലം സ്കൂളിനാണ് 1ാം സ്ഥാനം. കലോത്സവ മാനുവൽ കാലോചിതമായി പരിഷ്കരിക്കുമെന്നും മാംസഭക്ഷണം നൽകുന്നത് പരിഗണനയിലാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ആവേശം നിറഞ്ഞ 5 ദിനരാത്രങ്ങൾക്ക് സമാപനം. പാലക്കാട് നിന്ന് കോഴിക്കോട് എത്തിച്ച സ്വർണ്ണക്കപ്പ് ആതിഥേയർ മറ്റാർക്കും വിട്ടുകൊടുത്തില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ 945 പോയിന്റുകൾക്ക് കോഴിക്കോട് സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടു. കോഴിക്കോടിന്റെ 20ാം കിരീട നേട്ടമാണിത്. കഴിഞ്ഞ 2 തവണ കൈവിട്ട കിരീടമാണ് തിരികെ പിടിച്ചത്. 925 പോയിന്റുകൾ വീതം നേടി മുൻ ജേതാക്കളായ പാലക്കാട് കണ്ണൂരിനൊപ്പം 2ാം സ്ഥാനം പങ്കിട്ടു. തൃശൂർ 915 പോയിന്റുകളുമായി 3ാമതെത്തി. സ്കൂളുകളിൽ പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം സ്കൂൾ 156 പോയിന്റുമായി 1ാം സ്ഥാനക്കാരായി. 142 പോയിന്റുമായി തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ EM ഗേൾസ് HSS 2ാം സ്ഥാനത്തെത്തി. കലോത്സവം വിജയിപ്പിക്കാൻ പരിശ്രമിച്ച മുഴുവൻ പേരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാവരും ചേർന്നാണ് ഇതൊരു വലിയ വിജയമാക്കി മാറ്റിയത്. അവരെ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ചടങ്ങിൽ KS ചിത്ര മുഖ്യ അതിഥിയായി. ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം എൻ്റെ സ്കൂൾ പ്രായത്തിലുള്ള യുവജനോത്സവത്തിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. അടുത്ത തവണ ഭക്ഷണത്തിൽ വൈവിധ്യമുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ചു. സമയബന്ധിതമായി മത്സരങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു കൃത്യതയും മികച്ച സംഘാടനവും ഇക്കുറി കോഴിക്കോട് കണ്ടു. ഇതിനു മുൻപ് പാലക്കാടുമായി കിരീടം പങ്കിട്ടതിൻ്റെ മധുര പ്രതികാരം കൂടിയായിരുന്നു കോഴിക്കോട് കലോത്സവം. കോഴിക്കോട് കലോത്സവ നഗരിയിൽ നിന്നും ടീം 24. ഹഷ്മി, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോട് 20ാം തവണയാണ് കപ്പ് നേടുന്നത്. അവർക്കൊരു ഇരട്ടി മധുരവുമായി 24ഉം ഒരു കപ്പ് കൊടുത്തു അല്ലേ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തുടക്കം മുതൽ ജനസാഗരമായിരുന്നു. ഏറ്റവും ഒടുവിൽ എങ്ങനെ കൂടിക്കൂടി വന്ന് വലിയ പുഴ ചെന്ന് കടലിൽ ചേരുമ്പോൾ വലിയ കടൽ. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്ന ഫ്രെയിമിലൊക്കെ ജനം ഇങ്ങനെ ഇരമ്പി നിൽക്കുകയായിരുന്നു അല്ലേ? അതെ, ഏറ്റവും രസം ഈ കടലിലേക്ക് പോയ 24ന്റെ കുറെ സ്റ്റാഫുകളുണ്ട്, നമ്മുടെ റിപ്പോർട്ടേഴ്സും ഒക്കെ. അവർ തിരികെ വരുമോ എന്നൊരു സംശയമുണ്ട്. കാരണം അവർ ആ കടലിൽ അലിയാൻ ഇങ്ങനെ രസം പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ പറഞ്ഞ ഇരട്ടി മധുരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ജേതാക്കളായ കോഴിക്കോട് ജില്ലയ്ക്കാണ് 24ന്റെ കലോത്സവ ട്രോഫി മന്ത്രി PA മുഹമ്മദ് റിയാസ് സമ്മാനിച്ചത്. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സ്പോൺസർ ചെയ്ത ട്രോഫിയും 25,000 രൂപ ക്യാഷ് പ്രൈസും കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ഏറ്റുവാങ്ങി. 945 പോയിന്റ് ഗോൾഡ് കപ്പ് കോഴിക്കോട്. പ്രധാന വേദിയിൽ ഓവറോൾ കിരീടം പ്രഖ്യാപിച്ചതോടെ ആവേശം അലകടലായി. സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങിയ കോഴിക്കോട് ടീം മന്ത്രി PA മുഹമ്മദ് റിയാസിനൊപ്പം 24ന്റെ പവലിയനിലേക്ക്. ആഘോഷപൂർവ്വം കലോത്സവ കിരീടം സ്വർണ്ണക്കപ്പിനൊപ്പം കുട്ടികൾ സ്വീകരിച്ചു. ഈ കലോത്സവം കോഴിക്കോടിൻ്റെ നന്മയുടെ മധുരം നിറഞ്ഞ കലോത്സവമായി മാറ്റിയ, ജനകീയ ഉത്സവമായി മാറ്റിയ, എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സ്പോൺസർ ചെയ്ത 25,000 രൂപയുടെ ക്യാഷ് പ്രൈസ് കോഴിക്കോട് DDEയും ഏറ്റുവാങ്ങി. കലോത്സവം ജനകീയമാക്കിയ കോഴിക്കോടിനുള്ള സമ്മാനം കൂടിയായിരുന്നു കലോത്സവ കിരീടവും ക്യാഷ് പ്രൈസും. 24 കോഴിക്കോട്.
ഇത്തവണത്തെ കലോത്സവത്തിൽ അക്ഷരാർത്ഥത്തിൽ കോഴിക്കോടിന്റെ തേരോട്ടമായിരുന്നു. കലാകിരീടത്തിൽ കോഴിക്കോട് മുത്തമിട്ടപ്പോൾ ആവേശക്കടലായി മാറി അതിരാണിപ്പാടം. കോഴിക്കോടിന്റെ ഓരോ മണൽത്തരിയിലും കലോത്സവത്തിന്റെ ആവേശമായിരുന്നു. കഴിഞ്ഞ തവണ കൈപ്പിടിയിൽ നിന്ന് കലാകിരീടം നഷ്ടമായതിന്റെ എല്ലാ വാശിയും ഇത്തവണത്തെ മത്സരങ്ങളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് കപ്പുയർത്തിയപ്പോൾ സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം പ്രധാന വേദിയായ അതിരാണിപ്പാടം ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞത്. നമ്മുടെ വിജയഭേരി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് വിജയികൾ. കലോത്സവത്തിന്റെ ആവേശം കോഴിക്കോട്ടുകാരിൽ മാത്രമല്ല, കോഴിക്കോടിനപ്പുറം ഓരോ കലാസ്വാദകരും കോഴിക്കോടിന്റെ വിജയം ഏറ്റെടുത്തു. രാവു പകലാക്കി ഉറങ്ങാതിരുന്ന ഓരോ മനുഷ്യരും സന്തോഷത്താൽ ആർപ്പുവിളിച്ചു. വാശിയേറിയ പോരാട്ടത്തിന് ശേഷമുള്ള കുട്ടികളുടെ ആവേശം 24 പവലിയന്റെ മുറ്റത്തുമുണ്ടായിരുന്നു. കൈമെയ് മറന്ന് കുട്ടികൾ നിറഞ്ഞാടി. കോഴിക്കോട്. ഈ വർഷത്തെ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജനകീയ പങ്കാളിത്തമാണ്. ഓരോ വേദികളിലും ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. നമ്മുടെ 24ന്റെ പവലിയനിലൊക്കെ സദാസമയവും ആൾക്കാർ രാത്രി വൈകിയും നിറയെ ആളുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിനർത്ഥം ജനം ഇരുകൈയും നീട്ടി ഏറ്റെടുത്ത കലോത്സവം ആയിരുന്നു ഇത്തവണത്തത്. രാപകൽ വ്യത്യാസമില്ലാതെ നേരത്തെ കൃഷ്ണ പറയും പോലെ വേദിയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. ഈ 5 ദിവസം കോഴിക്കോട് ഉറങ്ങിയിട്ടില്ല. കലയുടെ തേനൊഴുകുന്ന കോഴിക്കോടിന്റെ ഓരോ മിടിപ്പിലും കലാകാരന്മാരുടെയും കലാസ്വാദകരുടെയും തിരക്ക് ഇടതടവില്ലാതെ എപ്പോഴും തുടർന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിലും തളരാതെ കൂടുതൽ ആവേശത്തോടെ ഒഴുകിയെത്തിയ സാധാരണക്കാർ ഇത്തവണത്തെ കലോത്സവത്തിന്റെ മുഖമാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഫുള്ളും ഭയങ്കര സെറ്റപ്പ് ഒക്കെ നല്ല രസം. കണ്ട് അടിപൊളി. നമ്മളെ കോഴിക്കോടല്ലേ. ചൂട് അങ്ങനെയൊന്നുമില്ല. ചൂടെന്ത് പ്രശ്നം, നമുക്ക് നല്ല ഉഷാറല്ലേ കോഴിക്കോട്. നമ്മളെ കോഴിക്കോടല്ലേ ഇവിടെ വന്നതല്ലേ, അപ്പോൾ ഭയങ്കര ആവേശത്തിലാണ് ഞങ്ങളൊക്കെ. നമ്മളെ കോഴിക്കോട് തന്നെ കിടുവാകും. അതിരാണിപ്പാടത്തേക്കും തൃക്കോട്ടൂരിലേക്കും ഉജ്ജയിനിയിലേക്കുമൊക്കെ ജനസാഗരം ഒഴുകിയെത്തി. ഇരുളിലും പകലിലും കലയലിഞ്ഞ നിമിഷങ്ങൾ അവസാനിക്കുമ്പോൾ ഓരോ മനുഷ്യനും മടങ്ങുന്നത് പൂർണ്ണ തൃപ്തിയോടെ. കലോത്സവ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട തിരക്കാണ് ആദ്യ ദിനം മുതൽ ഓരോ വേദികളിലും ഉണ്ടായിരുന്നത്. കലാമാമാങ്കത്തിന് തിരശ്ശീല വീഴുമ്പോൾ ഈ ജനസാഗരവും കലയുടെ കാലത്തിന്റെ കയ്യൊപ്പാവുകയാണ്. ക്യാമറാമാൻ രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം ശ്രീനിത കൃഷ്ണൻ, 24 കോഴിക്കോട്. എടുത്തു പറയേണ്ട ഒന്ന്, ഈ മത്സരങ്ങൾ കൃത്യമായി ക്രമം പാലിച്ചു എന്നുള്ളതാണ്. രാത്രി സാധാരണ നാടക മത്സരം 4 മണി വരെ നീളാറുണ്ട്. ഇത് കൃത്യം 10 മണിക്ക് അവസാനിച്ചു. അപ്പീലുകൾ കാര്യമായ പ്രളയമേ ഉണ്ടായില്ല. അങ്ങനെ എനിക്കൊന്ന് കലോത്സവ ചരിത്രത്തിലെ തന്നെ ഒരു അപൂർവത ആണിക്കുറി കോഴിക്കോടുണ്ടായത്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു കലോത്സവം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമ്മൾ പോകുന്നത് ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ഒരു ജീവൻ കൂടി. കാസർഗോഡ് തലക്കളയിലെ അഞ്ജുശ്രീ പാർവതിയുടെ മരണം ഭക്ഷ്യവിഷബാധ മൂലം എന്ന് പ്രാഥമിക കണ്ടെത്തൽ. ആന്തരാവയവങ്ങളിലെ ഗുരുതര അണുബാധ മരണകാരണമായെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. അതേസമയം അൽ റൊമാൻസിയ ഹോട്ടലിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയമായി സൂക്ഷിച്ചിരുന്ന മാംസവും കണ്ടെത്തി. ഹോട്ടലിലെ ലൈസൻസ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റദ്ദാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഭക്ഷ്യവിഷബാധ എന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടാകൂ. എന്നാൽ ആന്തരാവയവങ്ങളിൽ ബാധിച്ച ഗുരുതര അണുബാധ അഞ്ജുശ്രീയുടെ മരണത്തിന് കാരണമായെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഡെത്ത് റിപ്പോർട്ട് കിട്ടിയതിൽ മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ സെപ്റ്റിസീമിയാണ് കാണുന്നത്. മേ ബി ഡ്യൂ ടു ഫുഡ് പോയ്സണിങ് ആവാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അൺലെസ് നമുക്ക് പോസ്റ്റ്മോർട്ടം ഇനി അടുത്ത വിസറൽ അതിൻ്റെ കണ്ടന്റ് എടുത്തിട്ട് പരിശോധനയ്ക്ക് അയക്കണം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയമായി സൂക്ഷിച്ചിരുന്ന മാംസം കണ്ടെത്തി. ഹോട്ടലിൽ നിന്ന് ശേഖരിച്ച 18 ഭക്ഷണ സാധനങ്ങൾ വിശദ പരിശോധനയ്ക്കായി കോഴിക്കോട്ടെ ലാബിലേക്ക് അയച്ചു. ഫുഡ് പോയ്സൺ കേസാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് ട്രീറ്റ് ചെയ്ത ഡോക്ടറോടും മെഡിക്കൽ റെക്കോർഡ്സും പരിശോധിക്കണം. അഫക്റ്റഡ് ആയിട്ടുള്ളവരുടെ ഫാമിലിയോട് സംസാരിക്കണം. അതേസമയം അൽ റൊമാൻസിയ ഹോട്ടൽ ഉടമയടക്കം 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിശോധനാ ഫലം പുറത്തുവന്ന ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന. ഇത് ഡോക്ടർമാരുടെ മുറി രേഖപ്പെടുത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റൂ.
അതിനുശേഷം എന്തെങ്കിലും നെഗ്ലിജൻസ് കെയർലെസ്നെസ് തെറ്റാണെങ്കിൽ പോലീസ് വളരെ കർശന നടപടി എടുക്കാം. സംഭവത്തിൽ പ്രതിഷേധവുമായി യുവജന സംഘടനകളും രംഗത്തെത്തി. ഡിവൈഎഫ്ഐ, യുവമോർച്ച, AIYF എന്നിവരുടെ നേതൃത്വത്തിൽ ഹോട്ടലിലേക്ക് മാർച്ച് നടത്തി. 24 കാസർഗോഡ്. വളരെ വ്യാപകമുണ്ടാകുന്ന ഒരു വിമർശനം, ഇത്തരത്തിൽ മരണമുണ്ടാകുമ്പോൾ മാത്രം പരിശോധന ശക്തമാകുന്നു, ലൈസൻസ് റദ്ദാക്കൽ പോലെയുള്ള പ്രവർത്തനം ഉണ്ടാകുന്നു, വീണ്ടും പൂർവാധികം ശക്തിയോടെ ഇതൊക്കെ തിരികെ വരുന്നു എന്നുള്ളത് വ്യാപകമായ വിമർശനമാകുന്നുണ്ട്. അതെ, ഈ ഹോട്ടലുകളൊക്കെ നടത്തുന്നവർക്കും അറിയാം ഈ ഒരു 2-3 ദിവസത്തെ ഒരു ബഹളം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടാവില്ല. അതെ, എന്തായാലും ഈ വിഷയത്തിൽ കാസർഗോഡ് ഭക്ഷ്യവിഷബാധയേറ്റ് പെൺകുട്ടി മരിച്ച സംഭവത്തിൽ ഹോട്ടലുടമ അടക്കം 3 പേരാണ് കസ്റ്റഡിയിൽ. അൽറൊമാൻസ്യ ഹോട്ടലിൽ നിന്ന് ഓൺലൈനായി വാങ്ങിയ കുഴിമന്തി കഴിച്ചതിനെ തുടർന്നാണ് തലക്കളായ സ്വദേശി അഞ്ജുശ്രീ ഉൾപ്പെടെയുള്ളവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 6 ദിവസത്തിനിടെ സംസ്ഥാനത്ത് 2 പേരാണ് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചത്. ഡിസംബർ 31 വൈകിട്ട് കാസർഗോഡ് അടുക്കത്തുവയലിലെ അൽ റൊമാൻസിയ ഹോട്ടലിൽ നിന്നാണ് അഞ്ജുശ്രീയും അടുത്ത ബന്ധുക്കളും ഓൺലൈനായി കുഴിമന്തി വാങ്ങിക്കഴിച്ചത്. പിറ്റേന്ന് അഞ്ജുശ്രീക്കും മറ്റു 2 പേർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. തുടർന്ന് ദേളിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്നലെയാണ് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഗുരുതരാവസ്ഥയിലായ അഞ്ജുശ്രീ ഇന്നലെ അർദ്ധരാത്രിയോടെ മരിച്ചു. കുഴിമന്തി കഴിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതെന്ന് സഹോദരി അനുശ്രീ. ഇതേ കഴിച്ചിട്ടുണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നും പുറത്തുനിന്നൊന്നും ഫുഡ് ഓർഡർ ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിച്ചതിന് ശേഷം കഴിയാതായി. കർശന നടപടി സ്വീകരിക്കാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. ഫുഡ് സേഫ്റ്റി കമ്മീഷണറോട് അടിയന്തരമായി അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി. FSSA ആക്ട് പ്രകാരം നൽകുന്ന ലൈസൻസ് ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടായാൽ ആ ലൈസൻസ് റദ്ദാക്കും. കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കുഴിമന്തി വാങ്ങിയ അൽ റൊമാൻസിയ ഹോട്ടലിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തി. ഹോട്ടൽ പൂട്ടി സീൽ ചെയ്തു. മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് മരിച്ച അഞ്ജുശ്രീ പാർവതി. സംസ്ഥാനത്ത് 6 ദിവസത്തിനിടെ ഭക്ഷ്യവിഷബാധയേറ്റുള്ള 2ാമത്തെ മരണം. തദ്ദേശ സ്ഥാപനങ്ങളുടെ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പുമടക്കം ഏജൻസികൾ നിരവധി. അപകടം നടക്കുമ്പോഴുള്ള പതിവ് നാടകങ്ങൾക്കപ്പുറം ഒന്നും സംഭവിക്കാറില്ല. ഗുരുതര സാഹചര്യം തിരിച്ചറിഞ്ഞുള്ള ഇടപെടൽ അനിവാര്യം. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സജോ ദേവസ്യാം, 24 കാസർഗോഡ്. സംസ്ഥാന വ്യാപകമായി ഇന്ന് 440 സ്ഥാപനങ്ങളിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധന നടത്തിയത്. വൃത്തിഹീനമായി പ്രവർത്തിച്ച 11 സ്ഥാപനങ്ങളുടെയും ലൈസൻസ് ഇല്ലാതിരുന്ന 15 സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 145 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയതും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. സലിം മാലിക്കാണ് വിവരങ്ങൾ വച്ചിരുന്നത്. സലിം, ഈ പരിശോധന, ലൈസൻസ് റദ്ദാക്കലൊക്കെ നമ്മൾ കുറേ തവണ കേട്ടുള്ളതാണ്. ഈ പറയുന്ന പരിശോധനകൾക്കും ലൈസൻസ് റദ്ദാക്കലിനും അപ്പുറം ഇനിയൊരു മരണം ഇത്തരത്തിൽ ആവർത്തിക്കാതിരിക്കാൻ സർക്കാരിനൊരു ലോങ് ടേം പ്ലാൻ ഉണ്ടോ, ആലോചനയുണ്ടോ സലിം? ഹാഷ്മി, 6 ദിവസം മുൻപ് സംസ്ഥാനത്ത് കുഴിമന്തി അൽഫാം കഴിച്ച ശേഷം ആയിരുന്നു ആദ്യമായി ഒരു ഭക്ഷ്യവിഷബാധയെ തുടർന്നുള്ള മരണം റിപ്പോർട്ട് ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും ഹോട്ടലുകളിൽ പരിശോധന ആരംഭിച്ചത്. അങ്ങനെ വിവിധങ്ങളായ ഹോട്ടലുകളിൽ പരിശോധന നടത്തുകയും നടപടിയെടുക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ 6 ദിവസം മുൻപ് ആരംഭിച്ച പരിശോധനയിൽ നടപടിയെടുത്ത പല ഹോട്ടലുകളും ഇന്ന് ഇപ്പോൾ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇത്തരത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടുകൂടിയാണ് ഇന്ന് വീണ്ടും ഈ പരിശോധന കൂടുതൽ ഊർജിതമാക്കിയത്. ആ പരിശോധനയിലാണ് 430 സ്ഥാപനങ്ങളിൽ ഇന്ന് പരിശോധന നടത്തിയത്. അതിൽ 26 സ്ഥാപനങ്ങളിലാണ് അടച്ചുപൂട്ടാൻ, അതും താൽക്കാലികമായാണ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത്. അതിൽ 11 വൃത്തിഹീനമായി പ്രവർത്തിച്ചു എന്ന പേരിലും 15 ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു എന്ന പേരിലുമാണ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമ്മൾ ഏറ്റവും പ്രധാനമായും കാണേണ്ടത് ഈ 26 സ്ഥാപനങ്ങളും താൽക്കാലികമായി അടച്ചുപൂട്ടുക, അതിനുശേഷം വൃത്തിയാക്കിയ ശേഷം ലൈസൻസ് എടുത്ത ശേഷം വീണ്ടും തുറക്കുക എന്നാണ്. അത്തരത്തിലുള്ള പ്രഹസനങ്ങൾ മാത്രമാണ് ഇപ്പോഴും നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആലോചനയില്ല. പല ഘട്ടങ്ങളിൽ പല കാലങ്ങളിൽ ഇത്തരത്തിൽ സംഭവിക്കുമ്പോഴൊക്കെ സർക്കാരും മറ്റ് സംവിധാനങ്ങളും എല്ലാം ചെയ്യുന്ന നടപടിയാണ് ഈ പരിശോധന. ആ പരിശോധന ആ നിലയിൽ തന്നെ തുടരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ ദിവസങ്ങളിൽ ഈ അടപ്പിച്ച ഹോട്ടലുകളിൽ പലതും വെറും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും തുറന്ന് സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. സംസ്ഥാനത്താകെ തന്നെ 1000-ലധികം കേസുകളാണ് ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കെട്ടിക്കിടക്കുന്നത് എന്നാണ് പരാതി. ആ കേസുകൾ പോലും ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു ജീവൻ പൊലിയാതിരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെയും ഇല്ല. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഈ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ അത്തരത്തിൽ എന്തെങ്കിലും നടപടിയെടുത്താൽ നല്ലത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഹാഷ്മി,
സലീമ, ഈ പലരും ഒരു ബിസിനസ് പെട്ടെന്നൊരു ദിവസം തീരുമാനിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറെ നാൾ ആലോചിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനപ്പുറമായിട്ട് കൃത്യമായി പാലിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാനത്തുണ്ടോ? അത് കൃത്യമായി ഇവരെ ബോധവൽക്കരിക്കുന്നുണ്ടോ? അങ്ങനെയും ഒരു പ്രശ്നമില്ലേ? കാരണം ഓരോരുത്തരും ഈ ഹോട്ടലുകൾ കൂണുപോലെ മുളച്ചു പൊങ്ങുമ്പോഴും അതെങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ടു പോകും. നമ്മൾ ഈ കാണുന്ന കാഴ്ചയിലൊക്കെ ഈ അടുക്കളയിലെയൊക്കെ വൃത്തിഹീനമായ സാഹചര്യം നമ്മൾ കാണുന്നില്ലേ? ക്രിസ്റ്റീന, തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഓരോ സ്ഥലങ്ങളിലും പരിശോധന കൃത്യമായി നടത്തണമെന്ന നിർദ്ദേശമുള്ളതാണ്. പക്ഷേ ആ പരിശോധനകളൊന്നും നടക്കാറില്ല. സാധാരണഗതിയിൽ ഹോട്ടലുകളിലേക്ക് അത്തരത്തിലുള്ള ഒരു പരിശോധനയും 1 വർഷത്തിലോ 2 വർഷത്തിലോ ഒരിക്കൽ പോലും സംഭവിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഏതെങ്കിലും ഇത്തരത്തിലൊരു സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ മാത്രമാണ് ഈ പരിശോധന നടക്കുക. അടുക്കളകളിൽ ഉൾപ്പെടെ കയറി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധന വേണം എന്നുള്ളതാണ് മാനദണ്ഡം. പക്ഷേ ഒരിടത്തും ഒരു സ്ഥലത്തും അത്തരത്തിൽ പരിശോധന നടത്താറോ അത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കാറോ ഇല്ല എന്നുള്ളതാണ് ശരിയായ വസ്തുത. അതുകൊണ്ട് തന്നെ ഇതിന് താഴെ തട്ട് മുതൽ ഈ പരിശോധന നടത്താനുള്ള സംവിധാനങ്ങൾ നമുക്ക് നിലവിലുണ്ട്. ആ പരിശോധനകൾ കൃത്യമായി നടത്തിയാൽ ഒരുപക്ഷെ വൃത്തിയായ ഭക്ഷണം നമുക്ക് ലഭിക്കുന്ന തരത്തിലേക്ക്, ഹോട്ടലുകളിൽ നിന്ന് ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അത് നിലവിലുള്ള നിയമങ്ങളെ കൃത്യമായി പരിഷ്കരിച്ചെടുത്താൽ മാത്രം മതി. അത് എത്ര കണ്ട് നടപ്പാകുന്നു എന്നുള്ളതാണ് ചോദ്യം. ക്രിസ്റ്റീന. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും സങ്കടകരമായ കാര്യം ഇപ്പോൾ എന്താണ്, ഈ പറയുന്ന ഒരു മരണസങ്കടത്തിൽ, 2 മരണങ്ങളുടെ സങ്കടത്തിൽ നിൽക്കുമ്പോഴും നേരത്തെ സലീം പറയുന്നത് എന്താണ്, പരിശോധന നടത്തി അടച്ചിട്ട ഹോട്ടലുകൾ 3-ാം ദിവസം തുറക്കുന്ന സാഹചര്യം. ഇത് തന്നെയാണ് സംക്രാന്തിയിൽ കണ്ടത്. ഇവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ് ഈ പരിശോധന. അതുപോലെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. അത് കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ്? അറ്റ്ലീസ്റ്റ് ഇപ്പോൾ സംക്രാന്തിയിൽ ആ മരണം ഉണ്ടായില്ലേ, അത് 3 4 തവണ ഇതേപോലെ ഭക്ഷ്യവിഷബാധ ഉണ്ടാവുകയും മനുഷ്യർ ഹോസ്പിറ്റലാവുകയും അടച്ചിടുകയും ചെയ്ത സ്ഥാപനം പിന്നെ തുറക്കുക, അതൊരു മരണത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ എത്ര സ്ഥാപനങ്ങൾ അത്തരത്തിൽ തുറക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദിവസങ്ങൾ തുറക്കുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം സങ്കടമാണ്. ഇനിയൊരു മരണം ഈ തരത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയ കഷ്ടമാണ്. സർക്കാർ എന്തെങ്കിലും ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇടുക്കി നെടുങ്കണ്ടത്തും സമാനമായ അനുഭവം ഉണ്ടാകുന്നു. ഷവർമ കഴിച്ച ഒരു കുടുംബത്തിലെ 3 പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. നെടുങ്കണ്ടം സ്വദേശി ബിബിൻ, മകൻ മാത്യു, ബിബിന്റെ അമ്മ ലിസി എന്നിവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ വൃത്തിഹീനമെന്ന് കണ്ടെത്തിയതോടെ ഹോട്ടൽ അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി. 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ബിബിൻ ക്യാമൽ റെസ്റ്റോ ഹോട്ടലിൽ നിന്ന് 3 ഷവർമ വാങ്ങിയത്. രാത്രിയോടെ ബിബിന്റെ മകൻ മാത്യുവിന് ശാരീരിക അസ്വസ്ഥതകൾ തുടങ്ങി. തൊട്ടടുത്ത ദിവസം ബിബിനും അമ്മ ലിസിക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. തുടർന്ന് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ആരോഗ്യവകുപ്പ് ഹോട്ടലിൽ പരിശോധന നടത്തിയത്. വൃത്തിഹീനമായാണ് പ്രവർത്തിക്കുന്നതെന്നും ലൈസൻസ് ഇല്ലെന്നും കണ്ടതോടെ ഹോട്ടൽ അടച്ചുപൂട്ടാൻ ഉടമയ്ക്ക് നോട്ടീസ് നൽകി. ഒട്ടും വൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. കുഴിമന്തി ആയാലും അതൊക്കെ ഉണ്ടാകുന്ന സ്ഥലമൊക്കെ വൃത്തിഹീനമായിട്ട് തന്നെയാണ്. 24 ഇടുക്കി. ദുരന്തമുണ്ടാകുമ്പോൾ മാത്രമാണ് സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. പരിശോധനകളും നടപടികളും പ്രഹസനമായി മാറുന്നു എന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് ഭക്ഷ്യവിഷബാധയേറ്റ ആളുകൾ മരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിലുള്ള സംസ്ഥാനത്ത് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടുന്നില്ല. പേരിന് വേണ്ടി മാത്രം നടക്കുന്ന പരിശോധനകൾ, താൽക്കാലിക കടയടപ്പിക്കലിലും ഫൈൻ ഈടാക്കലിലും മാത്രം ഒതുങ്ങുന്ന നടപടികൾ, വിഷം വിളമ്പുന്ന ഹോട്ടലുകളെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ടാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? കഴിഞ്ഞ മെയ് 1-നാണ് കാസർഗോഡ് ചെറുവത്തൂരിൽ +2 വിദ്യാർത്ഥിയായ ദേവനന്ദ ഷവർമ കഴിച്ചതിനെ തുടർന്ന് അണുബാധയേറ്റ് മരിച്ചത്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ഹോട്ടലുടമയ്ക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. ഉടമ ഇപ്പോഴും വിദേശത്ത് തുടരുകയാണ്. പുതുവർഷ പിറ്റേന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സ് രശ്മി രാജ അൽഫാം കഴിച്ചതിന് പിന്നാലെ അണുബാധയേറ്റ് മരിക്കുന്നത്. 3 തവണ നഗരസഭ ആരോഗ്യ വിഭാഗം പൂട്ടിച്ച ഹോട്ടലിലാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഹോട്ടലിന്റെ അടുക്കള പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് ലൈസൻസ് പോലും ഉണ്ടായിരുന്നില്ല. ഒടുവിലത കാസർഗോഡ് വീണ്ടും 19-കാരിക്ക് ഭക്ഷ്യവിഷബാധയേറ്റ ദാരുണാന്ത്യം. പരിശോധനാ സാമ്പിളുകളുടെ ഫലത്തിനായുള്ള കാത്തിരിപ്പും ഉദ്യോഗസ്ഥരുടെ അഭാവവുമാണ് വകുപ്പിലെ മറ്റൊരു പോരായ്മ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഭക്ഷ്യസുരക്ഷാ പരിശോധനാ നടപടികളിൽ 7-ാം സ്ഥാനമാണ് കേരളത്തിന്. കഴിഞ്ഞ 6 മാസത്തിനിടെ 1,00,000-ഓളം പരിശോധനകൾ നടത്തിയെന്ന് ആരോഗ്യവകുപ്പ് അവകാശപ്പെടുമ്പോഴാണ് ഈ 6 ദിവസത്തിനിടെ ഭക്ഷ്യവിഷബാധയേറ്റ 2 മരണങ്ങൾ സംസ്ഥാനത്ത് സംഭവിക്കുന്നത്. പരിശോധനകളും നടപടികളും പ്രഹസനമാകുമ്പോൾ വിഷം വിളമ്പുന്ന തീന്മേശകളെ നിയന്ത്രിക്കാൻ ആരുണ്ടെന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. അതുതന്നെയാണ് പ്രധാനം. ഇത്രയധികം മരണങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്രയധികം ഭക്ഷ്യവിഷബാധ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ മാതൃകാപരമായി ഇനി ഇത്തരത്തിൽ ചെയ്യരുത് എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നത്തക്ക രീതിയിൽ
മാതൃകാപരമായി ശിക്ഷിക്കപ്പെട്ട ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുള്ളതാണ് സങ്കടകരമായ മറുപടി. പ്രൈം ടൈം ന്യൂസിൽ കൂടുതൽ വാർത്തകളിലേക്ക്. നമ്മൾ കലോത്സവ വാർത്തകൾ കഴിഞ്ഞു, ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞു. ഇനി മറ്റൊരു മേഖലയാണ് മനുഷ്യ മൃഗ സംഘർഷം എന്ന് പറയുന്നത്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അനുമതി നൽകിയതോടെ വനപാലകർ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം നടപടികൾ വൈകിപ്പിച്ചതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് സർക്കാർ വിശദീകരണം തേടി. PM2 എന്ന കാട്ടാനയെ വനത്തിലേക്ക് തുരത്താനുള്ള നീക്കങ്ങൾ തുടക്കത്തിലെ പാളി. ആനയെ മയക്കുവെടി വെക്കാനുള്ള അനുമതി കൂടി വൈകിയതോടെ പ്രതിഷേധം കടുത്തു. വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസർ ബത്തേരി നഗരസഭാ കൗൺസിൽ അംഗങ്ങൾ ഉപരോധിച്ചു. വനം വകുപ്പ് ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തി. മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് വൈകിപ്പിച്ചതിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെതിരെ IC ബാലകൃഷ്ണൻ MLA രംഗത്തെത്തി. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടേണ്ടതുണ്ട്. ഞാൻ മുഖ്യമന്ത്രിക്ക് പരസ്യമായിട്ടൊരു കത്ത്, എല്ലാ ഉള്ളടക്കങ്ങളും വെച്ചൊരു കത്ത് മുഖ്യമന്ത്രി കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇത് ആവർത്തിക്കരുത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഗംഗാസിംഗ് IFSനോട് സർക്കാർ വിശദീകരണം തേടി. നിലവിൽ റേഡിയോ കോളർ വഴി ആനയുടെ നീക്കങ്ങൾ വനം വകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. കുപ്പാടി വനമേഖലയിലാണ് ആനയുള്ളത്. നാളെ രാവിലെ ദൗത്യം തുടങ്ങും. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ഉത്തരവ് വന്നതോടുകൂടി ആശ്വാസത്തിലാണ് ജനങ്ങൾ. പിടികൂടുന്ന ആനയെ മുത്തങ്ങയിലെ ആന പരിശീലന കേന്ദ്രത്തിലെത്തിച്ച് കുങ്കിയാനയാക്കി മാറ്റും. ക്യാമറമാൻ വിജിത് ഊർക്കടവിനൊപ്പം ദീപക് മലയമ്മ, 24 വയനാട്. എന്തായാലും ബഫർ സോൺ സർവേ സംബന്ധിച്ച പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് വൈകിട്ട് 5-ന് അവസാനിച്ചപ്പോൾ സമയപരിധി 15 നാൾ കൂടി നീട്ടി നൽകണമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടെങ്കിലും തീരുമാനമായില്ല. 60,000-ലധികം പരാതികളാണ് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത്. കണക്കുകൾ അനുസരിച്ച് 63,500 പരാതികളാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന ലഭിച്ചത്. ഇതിൽ 24,528 പരാതികൾ പരിഹരിച്ചു. പീച്ചി വൈൽഡ് ലൈഫിന് കീഴിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത്. 12,445 എണ്ണം. പരാതികൾ അറിയിക്കാനുള്ള സമയപരിധി ഇന്ന് വൈകിട്ട് 5-ന് അവസാനിച്ചു. 15 ദിവസത്തേക്ക് കൂടി സമയം നീട്ടി നൽകണമെന്ന് ഭരണകക്ഷിയിൽ നിന്ന് തന്നെ ആവശ്യമുയർന്നു കഴിഞ്ഞു. സമയപരിധി ഇനി നീട്ടി നൽകില്ലെന്ന നിലപാടിലാണ് വനം വകുപ്പ്. അടുത്ത ആഴ്ചയോടെ സുപ്രീം കോടതി കേസ് പരിഗണിക്കുമെന്ന വിലയിരുത്തലാണുള്ളത്. അതിനു മുൻപായി റിപ്പോർട്ട് പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. ബഫർ സോൺ നിർണയത്തിനുള്ള ഫീൽഡ് സർവേ ഇപ്പോഴും തുടരുകയാണ്. പുതുതായി കണ്ടെത്തിയ നിർമ്മിതികളുടെ പൂർണ്ണ വിവരങ്ങൾ പലതും സെർവർ തകരാർ മൂലം ആപ്പിൽ ഉൾപ്പെടുത്താനായിട്ടില്ല. പരിസ്ഥിതി ലോല മേഖലയിൽ പുതുതായി 60,000-നും 64,000-നും ഇടയിൽ നിർമ്മിതികളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 28,494 എണ്ണം മാത്രമാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സെർവർ തകരാർ ഇതിനകം പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പുതുതായി ബഫർ സോണിൽ കണ്ടെത്തുന്ന നിർമ്മിതികളുടെ എണ്ണം കൂടാനാണ് സാധ്യത. 24 തിരുവനന്തപുരം. എന്തായാലും ബഫർ സോണിലെ മാപ്പ് പ്രസിദ്ധീകരിച്ച് തുടർന്നുണ്ടായ കൺഫ്യൂഷൻ കുറയുന്നില്ല എന്ന് മാത്രമല്ല, എത്ര പരാതികൾ പരിഹരിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും കൺഫ്യൂഷൻ കൂടി വരികയുമാണ്. അതെ. മറ്റൊരു വാർത്തയിലേക്ക്. മദ്യപാനം ചോദ്യം ചെയ്തതിന് കൊല്ലം നിലമേലിൽ സൂപ്പർ മാർക്കറ്റ് ഉടമയെ CITU പ്രവർത്തകർ തല്ലിച്ചതച്ചു. വനിതാ ജീവനക്കാരുടെ മുന്നിലിട്ടായിരുന്നു അതിക്രൂര മർദ്ദനം. സംഭവത്തിൽ 13 CITU പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. 5 പേർ അറസ്റ്റിലുമായി. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സംഭവം. CITU പ്രവർത്തകരിൽ ഒരാൾ മദ്യപിച്ച സൂപ്പർ മാർക്കറ്റിലെ ഗോഡൌണിൽ എത്തിയത് ഉടമ ഷാനു ചോദ്യം ചെയ്തു. ഇത് തർക്കത്തിലേക്ക് എത്തുകയായിരുന്നു. പിന്നാലെ സംഘടിച്ചെത്തിയ മറ്റു പ്രവർത്തകർ കടയ്ക്കുള്ളിൽ കയറി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ഉടമ പറയുന്നത്. മർദ്ദിച്ചതിൽ പെട്ട ഒരാൾ ഗോഡൌണിലായിട്ട് മദ്യപിച്ചിട്ട് കയറുകയാണ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇതിനകത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ CITU യൂണിയനിൽ പെട്ട ആളാണ്. അങ്ങനെ പറഞ്ഞ് പുറത്ത് ഇറക്കി വിടുകയാണ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവര് ഇയാളെ മർദ്ദിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ CITU യൂണിയനിൽപ്പെട്ട അവരുടെ മറ്റുള്ള തൊഴിലാളികളെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെ കൗണ്ടറിൽ ഇരുന്ന ആ സമയത്ത് തന്നെ അവിടെ ലേഡീസ് സ്റ്റാഫും അതേപോലെ തന്നെ ലേഡീസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സും നിൽക്കുകയാണ്. പിടിച്ച് വലിച്ച് ഷർട്ടെല്ലാം കീറി അവിടെ തറയിൽ തള്ളിയിട്ടിട്ട് മർദ്ദിക്കുകയുണ്ടായത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സൂപ്പർ മാർക്കറ്റിലെ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഷാനിനെ അടിക്കുന്നതും നിലത്തിട്ട് ചവിട്ടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. കടയിലെ മറ്റു വനിതാ ജീവനക്കാരുടെയും സാധനം വാങ്ങാൻ എത്തിയവരുടെയും മുന്നിലിട്ടായിരുന്നു ക്രൂരമർദ്ദനം. വ്യക്തിവിരോധമാണ് സംഘം ചേർന്നുള്ള അക്രമത്തിലേക്ക് എത്തിയതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. സംഭവത്തിൽ 5 പേർ അറസ്റ്റിലായി.
CITO പ്രവർത്തകരായ പ്രേംദാസ്, രഘു, ജയേഷ്, സിനു, മോഹനൻപിള്ള എന്നിവരെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ അന്യായമായി സംഘം ചേരൽ, അതിക്രമിച്ചു കടന്ന മർദ്ദിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അരുൺ രാജ്, 24, കൊല്ലം. കഴിഞ്ഞ വർഷം എറണാകുളത്ത് നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച ഒരു രേഖയുണ്ടായിരുന്നു. അതിൽ കേരളത്തിലുള്ള പാർട്ടി കാഴ്ചപ്പാട് രേഖ. അതിൽ മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിൽ വ്യവസായം വളരാൻ തൊഴിലാളി സംഘടനകൾ തെറ്റുതിരുത്തണം എന്നുള്ളതായിരുന്നു. കൂലി അടക്കമുള്ള വിഷയങ്ങൾ അതിലുണ്ടായിരുന്നു. ഒരു VRL ലോജിസ്റ്റിക്സ് കൂലി കൂട്ടിയതിൽ പൂട്ടിപ്പോകാൻ നമ്മൾ കണ്ടു, അല്ലെ അടയ്ക്കാൻ തീരുമാനിക്കുന്നത് കണ്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരസ്യമദ്യപാനം ചോദ്യം ചെയ്തതിന് ഒരു ഉടമയെ CITU പ്രവർത്തകർ മർദ്ദിക്കുന്നത്. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞതുകൂടി മുഖവിലക്കെടുക്കാൻ കഴിയുമെങ്കിൽ അവർ മുഖവിലക്കെടുക്കട്ടെ. രേഖ ചിലപ്പോൾ ഈ പ്രവർത്തകരിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, വായിച്ചിട്ടുണ്ടാവില്ല. ശരി, എന്നാലും കഷ്ടമാണ്, അത്രേ ഉള്ളൂ. അടുത്ത വാർത്തയിലേക്കാണ്. കൊല്ലം ചിതറയിൽ 3 ദിവസമായി വടിവാളും വളർത്തുനായുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സജീവനെ ഒടുവിൽ പോലീസ് പിടികൂടി. 6 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ എലിഫന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥൻ റിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സജീവനെ തന്ത്രപൂർവ്വം പിടികൂടിയത്. അകത്ത് കടന്നാൽ വടിവാളുകൊണ്ട് അമ്മയെ കൊല്ലുമെന്ന സജീവന്റെ ഭീഷണി പോലീസിന് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. 3 ദിവസമായി വടിവാൾ വീശി വളർത്തുനായുമായി ഒരു നാടിനെയും പോലീസിനെയും ഭീഷണിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സജീവനെ ഇന്ന് 6 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പോലീസ് പിടികൂടിയത്. പലതവണയായി സജീവനെ പിടികൂടാൻ പോലീസ് വീടിനകത്തേക്ക് കയറിയെങ്കിലും വടിവാൾ വീശിയതോടെ പോലീസ് തിരിച്ചിറങ്ങേണ്ടി വരികയായിരുന്നു. വീടിനുള്ളിൽ നായയടക്കം ഇയാൾ അഴിച്ചുവിട്ടിരുന്നു. ജനാലച്ചില്ലുകളടക്കം അടിച്ചു തകർത്ത് പുറത്തേക്ക് എറിയുകയും ചെയ്തു. ഒടുവിൽ തന്ത്രപരമായി പിൻവാതിലൂടെ അകത്തു കടന്നാണ് ബലം പ്രയോഗിച്ച സജീവനെ പോലീസ് പിടികൂടിയത്. നായ്ക്കളെയും പിടികൂടി കൂട്ടിലേക്ക് പോലീസ് മാറ്റി. ഒടുവിൽ കൈവിലങ്ങണിയിച്ചാണ് വീടിന് പുറത്തേക്ക് സജീവനെ എത്തിച്ചത്. ആയുധം കൈവശം വെച്ചതിനും അക്രമം നടത്തിയതിനും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ സജീവന്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി. 24, കൊല്ലം. എന്തായാലും ഒരു സജീവനെയും അമ്മയെയും 3-4 പട്ടികളെയും ഒരു വടിവാളും കീഴടക്കാൻ ഇത്ര വലിയ പോലീസ് സന്നാഹം ഒരുപക്ഷെ കേരളത്തിന് അത്ര പുതുമയുള്ള കാഴ്ച. 56 മണിക്കൂറിന് ശേഷം. അതെ. അടുത്തൊരു വാർത്തയിലേക്കാണ്. എംപറർ ഇമ്മാനുവൽ സിയോൺ സഭയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ തൃശൂർ മുരിയാട് നിന്നും നാടകീയ രംഗങ്ങൾ. ആളൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ സാജനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട സിയോൺ സഭാ വിശ്വാസികൾ വീട് വളഞ്ഞതാണ് വീണ്ടും സംഘർഷത്തിന് വഴിയൊരുക്കിയത്. കാറിൽ കത്തിയുമായി എത്തിയ സാജന്റെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രശ്നപരിഹാരത്തിന് സർവകക്ഷി യോഗം കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേരും. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷ തുടർച്ചയാണ് ഇന്നും മൂരിയാട് കണ്ടത്. സിയോൺ സഭ വിട്ട പ്ലാത്തോട്ടത്തിൽ ഷാജിയെയും മകൻ സാജനടക്കമുള്ള 5 പേരെയും ആക്രമിച്ചതിന് 11 സഭാവിശ്വാസികളായ സ്ത്രീകൾ റിമാൻഡിലാണ്. സഭയിലെ ശുശ്രൂഷകയായ സ്ത്രീയുടെ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചത് സാജനാണെന്ന് ആരോപിച്ച വിശ്വാസിയായ സ്ത്രീയും ഇവരുടെ 16 വയസ്സുള്ള മകളും സാജനെ ചോദ്യം ചെയ്തതാണ് കഴിഞ്ഞ ദിവസത്തെ പ്രശ്നങ്ങളുടെ തുടക്കം. സാജൻ 16-കാരിയെ ശാരീരികമായി ആക്രമിച്ചു എന്ന പരാതിയിൽ ആളൂർ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിനു പിന്നാലെയാണ് സാജന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് ഇന്ന് സഭാ അനുയായികൾ വീട് വളഞ്ഞത്. ഇതോടെ സംഘർഷവും തുടങ്ങി. ഇതിനിടെ കാറിലെത്തിയ സാജന്റെ ബന്ധു ബിബിൻ സണ്ണിയെ പ്രതിഷേധക്കാർ തടഞ്ഞു. കാറിന് നേരെ ആക്രമണമുണ്ടായി. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ കാറിൽ നിന്ന് കത്തി കണ്ടെടുത്തു. ഇതോടെ ബിബിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ആളൂർ സ്റ്റേഷനിലേക്ക് മാറ്റി. ഇരുവിഭാഗവും തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു വിശ്വാസിക്കും ബിബിനും പരിക്കേറ്റു. ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിൽ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നാണ് സിയോൺ സഭ അനുയായികളുടെ ആരോപണം. സഭാപ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചവരാണ് സാജന്റെ കുടുംബം. ഈ വൈരാഗ്യം ആക്രമണത്തിന് പിന്നിലുണ്ടെന്നാണ് ഇവരുടെ ആരോപണം. പ്രശ്നങ്ങൾ തെരുവിലേക്ക് പടരുന്ന സാഹചര്യത്തിൽ പോലീസ് കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ്. സ്ഥലത്ത് കൂടുതൽ പോലീസ് വിന്യാസം നടപ്പാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം കളക്ടറുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് പ്രശ്നപരിഹാരത്തിനാണ് ശ്രമം നടത്തുന്നത്. 24 തൃശൂർ. എയർ ഇന്ത്യയിലെ അക്രമിയൊടുവിൽ വരയിലായി. എയർ ഇന്ത്യ വിമാനത്തിൽ സഹയാത്രികയുടെ ദേഹത്ത് മൂത്രമൊഴിച്ച സംഭവത്തിൽ പ്രതി ശങ്കർ മിശ്രയെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസ് ആവശ്യം തള്ളി കോടതി.
പ്രതിയെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. സംഭവത്തിൽ ക്ഷമാപണം നടത്തിയ എയർ ഇന്ത്യ ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയ ശങ്കർ മിശ്രയെ 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത്. പ്രതി അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ലെന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചു. മിശ്രയ്ക്കെതിരെ ചുമത്തിയ വകുപ്പുകളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം ജാമ്യം ലഭിക്കാവുന്നതാണെന്നായിരുന്നു പ്രതിയുടെ അഭിഭാഷകന്റെ വാദം. പോലീസിന്റെ ആവശ്യം തള്ളിയ കോടതി ശങ്കർ മിശ്രയെ 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ശങ്കർ മിശ്ര സമർപ്പിച്ച ജാമ്യ ഹർജി ഈ മാസം 11 പരിഗണിക്കും. പൈലറ്റിനും 4 വിമാന ജീവനക്കാർക്കുമാണ് എയർ ഇന്ത്യ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. ആഭ്യന്തര അന്വേഷണം തുടരുകയാണ്. മദ്യം വിളമ്പിയതിലും സംഭവം കൈകാര്യം ചെയ്തതിലും വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് എയർ ഇന്ത്യ സിഇഒ അറിയിച്ചു. 3 പൈലറ്റ്മാരുടെ മൊഴി ഡൽഹി പോലീസ് രേഖപ്പെടുത്തി. സഹയാത്രക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഇന്നലെ രാത്രിയാണ് ബംഗളൂരു സഞ്ജയ് നഗറിലുള്ള സഹോദരിയുടെ വീട്ടിൽ നിന്ന് ശങ്കർ മിശ്രയെ പിടികൂടിയത്. 24 ഡൽഹി. അങ്ങനെ അതിക്രമം കാണിച്ചൊളിച്ചിരുന്ന പ്രതിയെ പിടികൂടി. ഇനി എന്താണ് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് എയർ ഇന്ത്യ പറയുന്നത്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ അല്ലേ. ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. കഞ്ചാവാല കേസിലെ 7ാം പ്രതി അങ്കുഷ് ഖന്നയ്ക്ക് രോഹിണി കോടതി ജാമ്യം അനുവദിച്ചു. പ്രധാന സാക്ഷി നിധിക്കെതിരെ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നിധി നേരത്തെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായിട്ടുണ്ടെന്ന പോലീസ് വൃത്തങ്ങൾ. അഞ്ജലിയുടെ മരണത്തിനു പിന്നാലെ രാത്രി പെട്രോളിംഗ് ശക്തമാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. കഞ്ചാവാല കേസിലെ 7ാം പ്രതി അങ്കുഷ് ഖന്നയ്ക്കാണ് ജാമ്യം ലഭിച്ചത്. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ അങ്കുഷിനെ ഇന്നാണ് രോഹിണി കോടതിയിൽ ഹാജരാക്കിയത്. 20,000 രൂപ കെട്ടിവെക്കണം എന്ന വ്യവസ്ഥയിലാണ് അങ്കുഷിന് ജാമ്യം അനുവദിച്ചത്. കേസിലെ 1ാം പ്രതിയും അപകട സമയത്ത് കാർ ഓടിച്ചിരുന്ന ആളുമായ അമിത് ഖന്നയെ രക്ഷിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് അങ്കുഷിനെതിരെയുള്ള കേസ്. കേസിലെ പ്രധാന സാക്ഷി നിധിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തനിക്കെതിരെ മുമ്പ് പോലീസ് കേസുകൾ ഇല്ലെന്നാണ് നിധി മൊഴി നൽകിയത്. എന്നാൽ നിധി മുമ്പ് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. 2020 തെലങ്കാനയിൽ നിന്നും കഞ്ചാവ് കടത്തിയ നിധി ആഗ്രയിൽ വെച്ച് അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. സമാനമായി അഞ്ജലിയെക്കുറിച്ച് നിധി നൽകിയ പല വിവരങ്ങളും തെറ്റായിരുന്നുവെന്നും നിധിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയുള്ളതായും പോലീസ് അറിയിച്ചു. ഡിസംബർ 31 അഞ്ജലിക്കും നിധിക്കുമൊപ്പം സ്കൂട്ടറിൽ കണ്ട സുഹൃത്തിനെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കഞ്ചാവാല അപകടത്തിന് പിന്നാലെ ജാഗ്രത ശക്തമാക്കാൻ പോലീസിന് നിർദ്ദേശം ലഭിച്ചു. ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ രാത്രി 12 മണി മുതൽ പുലർച്ചെ 4 വരെ ലൈവ് ലൊക്കേഷൻ പങ്കുവെക്കണമെന്നും DCPയുടെ അനുമതിയില്ലാതെ പോലീസുകാർ സ്റ്റേഷൻ വിട്ടു പോകരുത് എന്നുമാണ് നിർദ്ദേശം. 24 ഡൽഹി. വാഹനാപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന ക്രിക്കറ്റ് താരം ഋഷഭ് പന്തിന്റെ ശസ്ത്രക്രിയ വിജയകരം. വലത് കാൽമുട്ടിലായിരുന്നു ശസ്ത്രക്രിയ. ഋഷഭിന്റെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ടെന്ന് BCCI അറിയിച്ചു. മുംബൈയിലെ കോകിലാബൻ ധീരുഭായ് അംബാനി ആശുപത്രിയിലാണ് ഋഷഭ് പന്തിനെ ചികിത്സിക്കുന്നത്. താരത്തിന്റെ കാൽമുട്ടിന് നടത്തിയ ശസ്ത്രക്രിയ വിജയകരമായിരുന്നെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഇന്നലെയാണ് പന്തിന്റെ വലത് കാൽമുട്ടിൽ 4 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയ നടത്തിയത്. 3 ദിവസത്തെ നിരീക്ഷണം തുടരുകയാണെന്ന് BCCI അറിയിച്ചു. ഡോക്ടർ ദിൻഷ പർദിവാലയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് പന്തിന്റെ ആരോഗ്യനില വിലയിരുത്തുന്നത്. പരുക്കിൽ നിന്ന് താരം പൂർണ്ണമായും മുക്തനാകാൻ ഇനിയും മാസങ്ങളെടുക്കുമെന്നാണ് വിവരം. ഡിസംബർ 30 റൂർക്കിയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് ഋഷഭ് പന്തിന് പരിക്കേറ്റത്. ഡെറാഡൂൺ മാക്സ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന പന്തിനെ വിദഗ്ധ ചികിത്സയ്ക്കായാണ് മുംബൈയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തത്. 24 ഡൽഹി. എത്രയും പെട്ടെന്ന് പരിക്കുകൾ ഭേദമായി തിരികെ കളിക്കളത്തിലേക്ക് എത്താൻ ഋഷഭ് പന്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇലന്തൂർ ഇരട്ട നരബലി കേസിൽ നരഭോജനം നടന്നു എന്നാണ് കുറ്റപത്രം പറയുന്നത്. തമിഴ്നാട് സ്വദേശി പത്മത്തെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രമാണ് എറണാകുളം മാജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് എറണാകുളം DCP S ശശിധരൻ പറഞ്ഞു. ഇലന്തൂർ ഇരട്ട നരബലിയിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി 89ാമത്തെ ദിവസമാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ 1600 പേജുള്ള കുറ്റപത്രമാണ് കോടതിയിലെത്തിയത്. കേസിൽ മൊത്തം 166 സാക്ഷികൾ, 307 രേഖകളും 147 മെറ്റീരിയൽ എവിഡൻസുകളും. കൊലപാതകം, പീഡനം, തട്ടിക്കൊണ്ടുപോകൽ, മൃതദേഹത്തോട് അനാദരവ്, മോഷണം എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. നരഭോജനം നടന്നതിനാൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും കുറ്റപത്രത്തിലുണ്ട്. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും സാക്ഷിമൊഴികളും തുടങ്ങി കോൾ ഡീറ്റെയിൽ അനാലിസിസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ആംഗിളുകളിൽ വിശദമായി അന്വേഷണം നടത്തിയാണ്
കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. മുഖ്യപ്രതി മുഹമ്മദ് ഷാഫി കൂടാതെ പാരമ്പര്യ ചികിത്സ നടത്തിയിരുന്ന ഇലന്തൂരിലെ ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരാണ് 2ഉം 3ഉം പ്രതികൾ. കൊച്ചി DCP S ശശിധരന്റെ മേൽനോട്ടത്തിൽ എറണാകുളം സെൻട്രൽ ACPക്കായിരുന്നു അന്വേഷണ ചുമതല. 3 പേരെ കൂടി പ്രതികൾ നരബലിക്കിരയാക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇവരുടെ മൊഴികളും കേസിൽ നിർണായകമാകും. കാലടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള റോസ്ലിന്റെ കേസിലെ കുറ്റപത്രവും വൈകാതെ സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. കുറ്റം തെളിയിക്കുന്നതിനാവശ്യമായ തെളിവുകളെല്ലാം ശേഖരിച്ചുവെന്ന ആത്മവിശ്വാസമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. VS രാഹുലിനൊപ്പം സുധിഷ ധർമ്മൻ, 24 കൊച്ചി. സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക നിയമനത്തിന് VC അറിയാതെ പുറത്തിറക്കിയ വിജ്ഞാപനം ചാൻസലർ കൂടിയായ ഗവർണർ മരവിപ്പിച്ചു. VCയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഗവർണറുടെ നടപടി. വിഷയത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ വൈസ് ചാൻസലർ സിസ തോമസിനോട് ഗവർണർ നിർദ്ദേശം നൽകി. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, ഓഫീസ് അറ്റൻഡന്റ്, ഡ്രൈവർ എന്നീ പോസ്റ്റുകളിലേക്കുള്ള നിയമനത്തിനായിരുന്നു KTU സർവകലാശാല രജിസ്ട്രാർ വിജ്ഞാപനം പുറത്തിറക്കിയത്. VC-ആയി സിസ തോമസ് ചുമതലയേറ്റ് 4 ദിവസം കഴിഞ്ഞ് നവംബർ 8-നായിരുന്നു വിജ്ഞാപനം. VC അറിയാതെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിനെതിരെ യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ ഫെഡറേഷൻ ചാൻസലർ കൂടിയായ ഗവർണറെ സമീപിച്ചു. രജിസ്ട്രാറുടെ നടപടി ചട്ടവിരുദ്ധമാണെന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ PSCയിലെ നിലവിലെ ലിസ്റ്റിൽ നിന്നോ ജീവനക്കാരെ നിയമിക്കണമെന്നായിരുന്നു ആവശ്യം. പരാതി പരിഗണിച്ച ഗവർണർ VCയോട് വിശദീകരണം തേടി. തന്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് രജിസ്ട്രാർ വിജ്ഞാപനം പുറത്തിറക്കിയതെന്നും ജീവനക്കാരുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നും VC സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകി. തുടർന്നാണ് വിജ്ഞാപനം റദ്ദാക്കാൻ ഗവർണർ ഉത്തരവിട്ടത്. ചട്ടപ്രകാരമുള്ള നിയമനങ്ങൾ ഉറപ്പാക്കാനും രജിസ്ട്രാറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനും ഗവർണർ വൈസ് ചാൻസലർക്ക് നിർദ്ദേശവും നൽകി. 24 തിരുവനന്തപുരം. ഉത്തരാഖണ്ഡിലെ ജോഷിമഠിലെ വിള്ളലിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി സർക്കാർ. ദുരന്ത ബാധിത മേഖലകളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ജോഷിമഠിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മിന്നൽ പ്രളയം നേരിടുന്നതിനെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക സമിതി കേന്ദ്രം രൂപീകരിച്ചു. 600 കുടുംബങ്ങളിലായി 3000-ഓളം ആളുകളെയാണ് ഭൗമപ്രതിഭാസത്തെ തുടർന്ന് ദുരന്ത മേഖലയിൽ നിന്ന് മാറ്റേണ്ടത്. നടപടി ദ്രുതഗതിയിൽ സ്വീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററും രംഗത്തിറക്കും. 2011 സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മേഖലകളിലൊന്നാണ് ജോഷിമഠ്. തുടർച്ചയായി ഭൂചലനവും മണ്ണിടിച്ചിലും തുടർന്നുണ്ടാകുന്ന മിന്നൽ പ്രളയം നേരിടുന്നതിനെക്കുറിച്ച് പഠിക്കാനാണ് ജലശക്തി മന്ത്രാലയം സമിതി രൂപീകരിച്ചത്. വനപരിസ്ഥിതി മന്ത്രാലയം, ദേശീയ ജല കമ്മീഷൻ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഗംഗാ ശുചീകരണ മിഷനിലെ പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് സമിതി. 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. 9 വാർഡുകളിലാണ് ദേശീയ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചത്. പ്രദേശത്തെ മിക്ക റോഡുകളിലും വിള്ളൽ രൂപപ്പെട്ടു. നടക്കാൻ പോലും പ്രയാസമുണ്ടാകുന്ന സ്ഥിതിയിൽ ദിവസം കഴിയുന്തോറും വിള്ളൽ വലുതാകുന്നതായി നാട്ടുകാർ ആശങ്കയറിയിച്ചു. താൽക്കാലിക പരിഹാരത്തിനൊപ്പം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പുനരധിവാസവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി. 24 ഡൽഹി. പ്രൈം ടൈം ന്യൂസിൽ ഇനിയൊരു കായിക വാർത്തയാണ്. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. അവസാനത്തെ മത്സരത്തിൽ 91 റൺസിനാണ് ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യയ്ക്കായി അർഷ്ദീപ് സിംഗ് 3 വിക്കറ്റ് നേടി. നേരത്തെ സൂര്യകുമാർ യാദവിന്റെ സെഞ്ചുറിയുടെ മികവിലാണ് ഇന്ത്യ കൂറ്റൻ സ്കോർ നേടിയത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിനിത വേണു ചെയ്യുന്നു. വിനിത, ഏതാണ്ട് ആധികാരിക വിജയം എന്ന് പറയാമല്ലേ? തീർച്ചയായും ആഷ്മി, ക്രിസ്റ്റീന, രാജ്കോട്ടിൽ കണ്ടത് സൂര്യകുമാർ യാദവിൻ്റെ ഒരു താണ്ഡവമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. 229 റൺസ് എന്ന കൂറ്റൻ വിജയ ലക്ഷ്യമാണ് നിർണായകമായ മൂന്നാമത്തെ 2020 മത്സരത്തിൽ ശ്രീലങ്കയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ 16.4 ഓവറിൽ തന്നെ ശ്രീലങ്കയെ എറിഞ്ഞിട്ട് ഇന്ത്യ ആധികാരികമായ ജയം സ്വന്തമാക്കി. 137 റൺസിന് ലങ്കയെ തകർക്കുന്നതിന് ഇന്ത്യൻ ബൗളർമാർക്ക് സാധിച്ചു. 91 റൺസിൻ്റെ ആധികാരികമായ ഒരു ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ആദ്യം ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അത് വളരെ നിർണായകമായ ഒരു തീരുമാനമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ആദ്യ ഓവറിൽ ഇഷാൻ കിഷൻ 1 റണ്ണിന് പുറത്താവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് ഇന്ത്യക്ക് തുടക്കത്തിലൊരു പതർച്ച ഉണ്ടാക്കി. എന്നാൽ പോലും പിന്നീട് രാഹുൽ ത്രിപാഠി ക്രീസിലെത്തുകയും മികച്ച ഒരു തുടക്കം ഇന്ത്യക്ക് നൽകുകയും ചെയ്തു. 16 പന്തിൽ നിന്നും 2 സിക്സും 5 ഫോറും ഉൾപ്പെടെ 35 റൺസ് എടുത്ത് ത്രിപാഠി ഇന്ത്യക്ക് ഒരു അടിത്തറയിട്ടു. അതിന് പിന്നാലെയാണ് സൂര്യകുമാർ യാദവ് ക്രീസിലെത്തിയത്. തുടർന്ന്
ഒരു സിക്സറുകളുടെ ആറാട്ടെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു ഇന്നിങ്സാണ് സൂര്യകുമാർ യാദവിനെ കണ്ടത്. തൻ്റെ തനത് ശൈലിയിൽ കളിച്ച സൂര്യകുമാർ യാദവ് 51 പന്തുകളാണ് നേരിട്ടത്. അതിൽ നിന്ന് 112 റൺസ് എടുത്ത് പുറത്താകാതിരുന്നു. 9 സിക്സറും 7 ഫോറും അടക്കം അടിച്ചാണ് 112 റൺസ് സൂര്യകുമാർ യാദവ് സ്വന്തമാക്കിയത്. 2020 തൻ്റെ കരിയറിൽ 3ാമത്തെ സെഞ്ചുറിയാണ് സൂര്യകുമാർ യാദവ് സ്വന്തമാക്കിയത്. കെ രാഹുലിൻ്റെ 2020 2 സെഞ്ചുറി എന്ന നേട്ടം മറികടന്നുകൊണ്ട് സൂര്യകുമാർ യാദവ് വളരെ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ നിർണായകമായ 3ാം 2020 ഒരു ആധികാരിക ജയം സ്വന്തമാക്കിക്കൊണ്ട് ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ ബൗളർമാർക്ക് മുന്നിൽ പതറുന്ന ലങ്കൻ ടീമിനെയാണ് നമ്മൾ അവരുടെ ഇന്നിങ്സിൽ കണ്ടത്. ഏതായാലും വളരെ അപ്രതീക്ഷിതം എന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സൂര്യകുമാർ യാദവിൻ്റെ സെഞ്ചുറി മികവിൽ ഇന്ത്യ ഇത്ര വലിയ ഒരു സ്കോർ സ്വന്തമാക്കിയപ്പോൾ തന്നെ ഇന്ത്യയുടെ ജയം ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. 2ാം പകുതിയിൽ ഒരു വളരെ മനോഹരമായ ഇന്നിങ്സിലൂടെ ഇന്ത്യൻ ബൗളർമാർ ആ ജയം ഇന്ത്യക്ക് പരമ്പര നേട്ടം സ്വന്തമാക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു. ഹാഷ്മി, വനിത ആദ്യ മത്സരത്തിൽ കഷ്ടിജയിക്കുമ്പോൾ ഹാർദിക് പാണ്ഡ്യ പറയുന്നുണ്ടായിരുന്നു, എന്താണ് വലിയ പ്രതിസന്ധിയിൽ നമ്മൾ കരകയറുന്നത്, വലിയ വലിയ മത്സരങ്ങളെ അതിജീവിക്കാൻ നമ്മളെ സജ്ജരാക്കുമെന്ന് പറയുന്നു. അതിനുശേഷമുള്ള കഷ്ടിച്ചുള്ള ജയങ്ങൾ, തോൽവികൾ, ഉമ്രാൻ മാലിക്കിൻ്റെ റൺസ് വഴങ്ങൽ, അക്സർ പട്ടേൽ ഒക്കെയുള്ള പ്രതിസന്ധികൾ ഈ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി പോലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഒരുപിടി ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടിയായി ഇന്ന് ആധികാരിക വിജയം. വിനിത. തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ മത്സരത്തിൽ ഈ ഒരു പരമ്പര 1-1 എന്നതിൽ നിൽക്കുമ്പോൾ വലിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിൻ്റെ ഒപ്പം ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. എന്നാൽ അതിനൊക്കെ വിമർശകർക്കൊക്കെ ഒരു മറുപടി നൽകുന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ ഇന്ന് കളിച്ചത്. ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ഒരുപോലെ തിളങ്ങിയായിരുന്നു ഇന്ത്യയുടെ ഈ ജയം, ഈ പരമ്പര സ്വന്തമാക്കിയതെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സൂര്യകുമാർ യാദവിൻ്റെ കളിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ ഒപ്പം തന്നെ രാഹുൽ ത്രിപാഠി നന്നായി കളിച്ചു. ശുഭ്മാൻ ഗിൽ വളരെ നന്നായി കളിച്ചു. 49 റൺസ് ശുഭ്മാൻ ഗിൽ അവരുടെ കൂട്ടുകെട്ടിൽ പിറന്നു. ഈ 3ാം വിക്കറ്റിലുണ്ടായ കൂട്ടുകെട്ട് തന്നെയാണ് ഇന്ത്യയുടെ ഇന്നത്തെ മത്സരത്തിലേറെ നിർണായകമായത്. 111 റൺസാണ് ശുഭ്മാൻ ഗില്ലും സൂര്യകുമാർ യാദവ് സഖ്യവും സ്വന്തമാക്കിയത്. 36 പന്തിൽ നിന്ന് 3 സിക്സും 2 ഫോറും എടുത്ത് 46 റൺസാണ് ഗില്ല് സ്വന്തമാക്കിയത്. അങ്ങനെ 15ാം ഓവറിൽ ഹസരംഗ ബൗൾഡാക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ വലിയ ഒരു കൂറ്റൻ സ്കോറിലേക്ക് ഇന്ത്യ എത്തിച്ചുകൊണ്ട് ആധികാരികമായി തന്നെ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ വിമർശകർക്ക് ഒരു മറുപടി നൽകുന്ന രീതിയിലുള്ള ഒരു ഇന്നിങ്സാണ് നമ്മൾ കണ്ടത്. 2020 ആധികാരികമായി ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നു. ഒപ്പം സൂര്യകുമാർ യാദവിനെ പോലുള്ള താരങ്ങളുടെ സ്കൈ എന്ന ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന സൂര്യകുമാർ യാദവിനെ പോലുള്ള താരങ്ങളുടെ മികവ് കൊണ്ട് ഒരു വിമർശകർക്കുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ മത്സരം എന്ന് പറയേണ്ടി വരും. എന്തായാലും വിനിത പറഞ്ഞതുപോലെ തന്നെ രാജ്കോട്ടിൽ റൺസ് കൊണ്ട് കോട്ട കെട്ടി 91 റൺസിന്റെ ആധികാരിക ജയം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യ. വിനീത വേണുവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഹാർദിക് പാണ്ഡ്യ പറയും പോലെ വലിയ വലിയ മത്സരങ്ങളെ അതിജീവിക്കാൻ, നേരിടാൻ, വിജയിക്കാൻ ഈ വിജയം പ്രാപ്തമാക്കട്ടെ ടീം നീലപ്പട. മറ്റൊരു വാർത്തയിൽ നമ്മൾ ഇറാനിലേക്ക് പോകുന്നു. അവിടെ ഹിജാബ് വിരുദ്ധ പ്രതിഷേധത്തിൽ പങ്കെടുത്ത 2 പേരെ കൂടി വധശിക്ഷയ്ക്ക് വിധേയരാക്കി. പ്രതിഷേധത്തിനിടെ സൈനികരെ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് 2 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. മുൻപ് വധശിക്ഷയ്ക്ക് വിധേയനായ വ്യക്തിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ചേർന്ന യോഗത്തിനിടെ സൈനിക ഉദ്യോഗസ്ഥനായ റുഹോല്ല അജാമിയനെ നഗ്നനാക്കി കൊലപ്പെടുത്തിയെന്ന കേസിലാണ് 2 പേരെ ഇന്ന് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. മുഹമ്മദ് മഹദി കരാമി, സെയ്ദ് മുഹമ്മദ് ഹുസൈനി എന്നിവരാണ് ശിക്ഷയ്ക്കിരയായത്. അതേസമയം 22-കാരനായ മുഹമ്മദ് മഹദി കരാമിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നതിന് മുൻപ് കുടുംബത്തെ കാണാൻ പോലും അനുവദിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. സംഭവത്തെ അപലപിച്ച് മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തി. ഇറാനിൽ മാസങ്ങളായി തുടരുന്ന ഹിജാബ് വിരുദ്ധ പ്രതിഷേധത്തിൽ 70 കുട്ടികൾ ഉൾപ്പെടെ 516 പ്രതിഷേധക്കാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. 19,262 പേരെ ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനിടെ 68 സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അമേരിക്കയിൽ ജനപ്രതിനിധി സഭാ സ്പീക്കറായുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. 14 റൗണ്ടുകളാണ് വോട്ടെടുപ്പ് നടന്നത്. ഏതായാലും 15ാം റൗണ്ടിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കെവിൻ മക്കാർത്തിയെ തെരഞ്ഞെടുത്തു. നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് കെവിൻ മക്കാർത്തി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പലതവണ വോട്ടെടുപ്പ് നടത്തിയെങ്കിലും സ്വന്തം പാർട്ടിയിലെ തീവ്ര നിലപാടുകാരുടെ എതിർപ്പിനെ തുടർന്ന് മക്കാർത്തിക്ക് ഭൂരിപക്ഷത്തിനാവശ്യമായ 218 വോട്ട് നേടാനായില്ല. 15ാം റൗണ്ടിലാണ് മക്കാർത്തി ഭൂരിപക്ഷം തികച്ചത്. ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി ഹക്കീം ജെഫ്രീസിന് എല്ലാ റൗണ്ടിലും 212 വോട്ട് വീതം ലഭിച്ചു.
It is now my solemn responsibility to hand over the people's gavel. US കോൺഗ്രസിന്റെ ചരിത്രത്തിൽ 1923 ശേഷം ആദ്യമായാണ് ജനപ്രതിനിധി സഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ സ്ഥാനാർത്ഥിക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പലതവണ വോട്ടെടുപ്പ് നേരിടേണ്ടി വന്നത്. നവംബറിൽ നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിലാണ് ഡെമോക്രാറ്റുകളെ പരാജയപ്പെടുത്തി 222 സീറ്റോടെ റിപ്പബ്ലിക്കന്മാർ സഭ പിടിച്ചത്. ജനുവരി 3 പുതിയ സഭ ചുമതലയേറ്റു. അതിനുശേഷം ചേർന്ന ആദ്യ സമ്മേളനത്തിന്റെ ആദ്യ ദിനം പൂർണ്ണമായി ആശയക്കുഴപ്പത്തിലും ബഹളത്തിലും മുങ്ങിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. നമ്മൾ സ്കൂൾ കലോത്സവത്തിൽ സംഘഗാന മത്സരം വേദിയിൽ നടക്കുമ്പോഴാണ് 24 സംഘത്തിന്റെ ക്യാമറ കണ്ണിൽ ഒരു ദൃശ്യം പതിയുന്നത്. ചേച്ചി സംഘഗാനം അവതരിപ്പിക്കുമ്പോൾ വേദിക്ക് താഴെ നൃത്തം ചെയ്യുന്ന അനിയത്തി. രഞ്ജിത്ത് മന്നിപ്പാടി പകർത്തിയ രസകരമായ ദൃശ്യത്തോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും